യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 8-ാം തിരുലിഖിതം. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി എല്ലാവരും കൈകോർക്കുക എന്നതിനെ കുറിച്ചാണ്. ജോയേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ 3-ാം അധ്യായത്തിൽ 9-ാം തിരുലിഖിതം. ജനതകളുടെ ഇടയിൽ കാഹളം മുഴക്കുവിൻ, ശക്തന്മാരെ ഉണർത്തുവിൻ, സകല യോദ്ധാക്കളും ഒരുമിച്ച് മുന്നേറട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നതിന് അതിൻ്റെ അത്ഭുതകരമായ ശക്തിയുണ്ട്. ഇതാ ഒരു കുടുംബത്തിൻ്റെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഞാൻ കോട്ടയം തിരുവഞ്ചൂർ ദേശത്ത് നിന്ന് ഈ കത്തെഴുതുന്നു. ഞാൻ ഒക്ടോബർ 2-ാം തീയതി 2011 ഒക്ടോബർ 2-ാം തീയതി ഞായറാഴ്ച 8:30 മണിക്ക് അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ രോഗികളായവർ വേദനയുള്ള ഭാഗത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുവിൻ എന്ന് അച്ഛൻ പറഞ്ഞ് ആ വാക്ക് കേട്ട് വിശ്വാസത്തോടെ ഞാൻ എൻ്റെ കുടുംബത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ 12 വയസ്സുള്ള കുട്ടി ഓടി വന്ന് എൻ്റെ ഒടിഞ്ഞ കാലിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ കാൽ ഒടിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് കമ്പിയിട്ട് 9 മാസം കഴിഞ്ഞിട്ടും എനിക്ക് എപ്പോഴും വേദനയായിരുന്നു. കുറച്ച് വെള്ളം ആ ഭാഗത്ത് വീണാൽ പോലും സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു എനിക്ക്. ആ കാലിലാണ് എൻ്റെ 12 വയസ്സുള്ള കുട്ടി ആ സമയത്ത് വിശ്വാസത്തോടെ യേശുവേ എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അത്ഭുതമെന്ന് പറയട്ടെ, ആ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൽക്ഷണം എൻ്റെ കാലുകൾ സൗഖ്യം പ്രാപിച്ച് വേദന വിട്ടുപോയി. ഇന്ന് 3-4 മാസമായി ഇതുവരെയും എനിക്ക് വേദന ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതകരമായി ആ കുടുംബത്തിൽ ഇടപെട്ടത് എഴുതി അറിയിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോ തരത്തിലുള്ള അവസ്ഥകൾ ഇരിക്കുന്ന കുടുംബങ്ങളുടെ മേൽ കർത്താവിൻ്റെ കടാക്ഷമുണ്ട്. ഒരു കാലൊടിഞ്ഞിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും അത് കർത്താവ് കാണുന്നുണ്ട്. നിന്റെ ശിരസിലെ രോഗം അത് കർത്താവ് കാണുന്നുണ്ട്. നിന്റെ കരളിൻ്റെ രോഗം അത് കർത്താവ് കാണുന്നുണ്ട്. നിന്റെ ഹൃദയത്തിൻ്റെ അസ്വസ്ഥതകൾ അത് കർത്താവ് കാണുന്നുണ്ട്. കുടുംബത്തിൻ്റെ പ്രയാസങ്ങൾ കർത്താവ് കാണുന്നുണ്ട്. സാമ്പത്തിക മേഖലയുള്ള കണ്ണുനീര് അത് കർത്താവ് കാണുന്നുണ്ട്. നിന്റെ കുട്ടിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ അത് കർത്താവ് കാണുന്നുണ്ട്. എല്ലാവരും കരങ്ങൾ ഉയർത്തുക, മനസ്സ് തുറക്കുക, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനകളുടെ മേൽ അതിശയകരമായി ഇപ്പോൾ ഉത്തരം നൽകണമേ. ഓ പിതാവേ, അവിടുന്ന് പൗരോഹിത്യത്തിന് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന് അധികാരം ഉപയോഗിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ ഈ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. ഇവരിൽ നിന്ന് കാലങ്ങളായുള്ള തകർച്ചകൾ, പരാജയങ്ങൾ, കണ്ണുനീര്, ജോലി തടസ്സങ്ങൾ, കുടുംബ തകർച്ചകൾ, ദാമ്പത്യ ബന്ധമുള്ള പരാജയങ്ങൾ, മക്കളുടെ ഭാവിയിലുള്ള തടസ്സങ്ങൾ ഇപ്പോൾ യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ നിറയണമേ. ഓരോ മകനെയും മകളെയും ഇപ്പോൾ പരിശുദ്ധാത്മാവേ സ്പർശിക്കണമേ. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി എല്ലാവരും കൈകോർക്കുക. ഇത് വിശുദ്ധ ലിഖിതത്തിലുള്ള ഒരു ഉപദേശമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ പൗരോഹിത്യ ശുശ്രൂഷകളുടെ ആദ്യ വർഷങ്ങൾ അന്ന് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചത്തു പണിയെടുത്തിട്ടുണ്ട്.
ഞാൻ ഒരുപാട് രാപകലില്ലാതെ അധ്വാനിച്ചിട്ടുണ്ട്. എൻ്റെ ദേശത്ത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അധ്വാനിച്ചത്. പക്ഷേ എനിക്ക് സ്വർഗത്തിന് വേണ്ടി നേടാൻ കഴിഞ്ഞത് കുറച്ച് പേരെ മാത്രമാണ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് സ്വർഗത്തിന് വേണ്ടി പതിനായിരങ്ങളെ നേടാൻ തക്കവണ്ണം കർത്താവ് ശുശ്രൂഷയെ വിപുലീകരിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകളുടെ ആദ്യകാലത്തെ ശുശ്രൂഷകളും ഈ കാലഘട്ടത്തിലുള്ള ശുശ്രൂഷകളും തമ്മിലുള്ള വ്യത്യാസം? അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം, ഇന്ന് അനേകം വൈദികരും അനേകം സിസ്റ്റർമാരും അനേകം അൽമായരും ബാലികാബാലന്മാരും യുവതിയുവാക്കന്മാരും വിവിധ ജീവിതാന്തസ്സിൽ വിവിധ പ്രായത്തിലുള്ളവർ ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് സുവിശേഷ വേലയിൽ ഇന്ന് അച്ഛനെ സഹായിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവരാജ്യ വേല അത് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതല്ല. അത് ഒരുമിച്ച് ഒരു കൂട്ടായ്മയോടെ ഒറ്റക്കെട്ടായി ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് ജോയൽ പ്രവചനത്തിൽ 3-ാം അധ്യായം 9-ാം വാക്യം പഠിപ്പിക്കുകയാണ്, ഇതാ കാഹളം മുഴക്കുവിൻ, ശക്തന്മാരെ ഉണർത്തുവിൻ, സകല യോദ്ധാക്കളും ഒരുമിച്ച് മുന്നേറട്ടെ. ഇതിനെക്കുറിച്ച് പലർക്കും ഒരു കാഴ്ചപ്പാടില്ല. എനിക്കൊരു അനുഭവം ഉണ്ടായി, ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെ സഖിവൻ ധ്യാന കേന്ദ്രത്തിൽ ആദ്യകാലങ്ങളിൽ വലിയ കഠിന മദ്യപാനികളെല്ലാം കൂട്ടത്തോടെ വന്ന് ധ്യാനിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു ധ്യാനത്തിന് മദ്യപാനികൾ കൂട്ടത്തോടെ വന്നിരിക്കുകയാണ്. അങ്ങനെ വന്ന് പറയുന്നത് മുഴുക്കുടിയനായൊരു മഹാമദ്യപാനി അവസാനത്തെ കുടിയും കുടിച്ച് അന്ന് ധ്യാനത്തിന് വന്ന് മുഴുവൻ പൂക്കിറ്റ് പൂസായി, ഛർദിയോട് ഛർദി, ഓട്ടത്തോടോട്ടം, ബഹളം, പല ശുശ്രൂഷകരുടെ കഴുത്തിന് പിടിക്കുന്നു, ഷർട്ടുകൾ വലിച്ചു പറിക്കുന്നു, ഇങ്ങനെ വലിയ ബഹളം. എനിക്കാണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ട് ദേഷ്യത്തിൻ്റെ വക്കത്തേക്കെത്തി. ഞാൻ എന്ത് ചെയ്യും? ഞാൻ അങ്ങനെ വിഷമിക്കുകയാണ്. ഈ മനുഷ്യനെ കാണുമ്പോൾ തന്നെ ഇയാളെ ഇപ്പം തന്നെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം എന്ന വിധത്തിൽ എൻ്റെ അരിശം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഒരു അൽമായ ശുശ്രൂഷകൻ ഈ ഒരു അവസ്ഥ കണ്ടു. അദ്ദേഹം പറഞ്ഞു, അച്ഛനൊന്നും വിഷമിക്കണ്ട, അച്ഛൻ പോയിക്കൊള്ളു, അച്ഛൻ അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിക്കോ, ഞാൻ ആ മകനെ കൊണ്ടുവന്നുകൊള്ളാം. ഈ സമയം കൊണ്ട് ആ ബഹളി പിടിച്ച ബംഗാളി പശുവിനെ പോലെ പരക്കം പാഞ്ഞ് ഇതാ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് അത് പറമ്പിൽ കൂടെ ഓടി റോട്ടിൽ പോയി വെയിറ്റിംഗ് ഷെഡിൽ പോയി അങ്ങനെ നിൽക്കുകയാണ്. പല ആളുകളെയും വിട്ടു, അവരോടെല്ലാം ഷൗട്ട് ചെയ്ത് ചീത്ത പറഞ്ഞ് അത് ഓടിച്ച്. അപ്പോൾ ഈ അൽമായ സഹോദരൻ പറഞ്ഞു, ഞാൻ പോയി ആ മകനെ വീണ്ടെടുക്കാം. ഞാൻ പറഞ്ഞു, ശരി, എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് വിട്ടയച്ചു. ഞാൻ എന്നിട്ട് കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി പോയി. ദൈവമേ എന്നൊക്കെ പറഞ്ഞ് പോയി പ്രാർത്ഥിച്ച് ഒരുങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ഇതാ പശുവിൻ്റെ പുറകെ കിടാവ് വരണത് പോലെ ഈ മനുഷ്യൻ, ഈ മഹാ അക്രമി അനുസരണത്തോടെ കയറി വരികയാണ്. ഞാൻ ആ ബ്രദറിനോട് ചോദിച്ചു, സഹോദരൻ എങ്ങനെയാണ് ഈ മഹാപോക്രിയെ ഇതുപോലെ ആക്കിയത്? ഉടനെ അദ്ദേഹം വിവരിച്ച്, അദ്ദേഹം ചെന്ന് മഹാപോക്രിയോട് പറഞ്ഞു, പോക്രി, നീ മര്യാദയ്ക്ക് ധ്യാനം കൂടണം, ധ്യാന കേന്ദ്രമാണ്, നീ ബഹളം വെക്കരുത്. അപ്പോൾ പറഞ്ഞാൽ ബഹളം വെക്കും, ഇതിനേക്കാൾ കൂടുതൽ ബഹളം വെക്കും, എല്ലാത്തിനും ശരിയാക്കും, ഭീഷണി മുഴക്കി. അപ്പോൾ ഈ ബ്രദർ തിരിച്ചൊന്നും പറയാനായിട്ട് തോന്നിയില്ല. ആ ബ്രദർ അവിടെ മുട്ടുകുത്തി കൊന്തയെടുത്ത് കൊന്ത ചൊല്ലി അങ്ങ് പ്രാർത്ഥിച്ച്. ഒരു ജപമാല കഴിഞ്ഞപ്പോൾ ഇതാ ഈ മഹാ അക്രമിയും ശാന്തനായി ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ജപമാല കഴിഞ്ഞിട്ട് ആ അക്രമിയോട് പറഞ്ഞു, നീ ധ്യാനകേന്ദ്രത്തിൽ വന്ന് മര്യാദയ്ക്ക് ശബ്ദം ഉണ്ടാക്കാതെ ഒതുങ്ങി ധ്യാനം കൂടണം. അനുസരണത്തോടെ ഒരക്ഷരം മിണ്ടാതെ ഈ ബ്രദറിൻ്റെ പിന്നാലെ ആ മനുഷ്യൻ കയറി വന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ധ്യാനത്തിൽ പിന്നെ ആ മനുഷ്യനിൽ ഒരു ശല്യം ഉണ്ടായിട്ടില്ല. ഞാൻ അത്ഭുതപ്പെട്ട്, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി, എൻ്റെ ബുദ്ധിയുടെ പരമാവധി, എൻ്റെ സാമർത്ഥ്യത്തിൻ്റെ പരമാവധി, എൻ്റെ പ്രാർത്ഥനയുടെ പരമാവധി ചെയ്തിട്ടൊന്നും നടന്നില്ല. ഒരു പാവപ്പെട്ട ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വൈദികരും സിസ്റ്റർമാരും അൽമായരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമ്പോൾ ദൈവരാജ്യവേല അതിശയകരമായി ആളിക്കത്തി പടരും. എൻ്റെ ഇതേ അനുഭവം തന്നെയാണ് സോജി ഓലിക്കലച്ചനുള്ളത്. അച്ഛൻ്റെ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു അനേക അൽമായരിലൂടെ ഇന്ന് സഭയിൽ അത്ഭുതകരമായ തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇംഗ്ലണ്ടിലുള്ള ഒരു ഭവനത്തിൽ ഒരു ദിവസം കടന്നു ചെല്ലാനിടയായി. ആ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത, ആ കുടുംബനാഥൻ അനേക വർഷങ്ങളായി മദ്യപാനത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുകയായിരുന്നു.
തുടർന്ന് മദ്യപാന ദുശീലം കൂടിക്കൂടി അദ്ദേഹം 28 ദിവസങ്ങളായി മദ്യം മാത്രം സേവിച്ച് ആത്മഹത്യയുടെ വക്കിൽ കഴിയുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഭവനത്തിൽ ചെന്ന് ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ കുറേ സമയം പ്രാർത്ഥിച്ചു. അദ്ദേഹത്തെ ചെറുതായിട്ടൊക്കെ ഒന്ന് കുമ്പസാരിപ്പിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ സ്വന്തം ശക്തി കൊണ്ടോ അല്ലെങ്കിൽ പൗരോഹിത്യത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രം ഇയാളെ വീണ്ടെടുക്കാൻ പറ്റുകയില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, അതിലുപരിയായി എൻ്റെ ചില സുഹൃത്തുക്കളെ ഞാൻ വിളിക്കാം. എന്നിട്ട് എൻ്റെ കൂടെ സുവിശേഷ വേലയിൽ ഫുൾ ടൈം ശുശ്രൂഷ ചെയ്യുന്ന ജോസ് എന്ന് പറയുന്ന സഹോദരൻ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞു, സഹോദര, ഇവിടെ വന്ന് ഈ വ്യക്തിയെ കൂട്ടിക്കൊണ്ട് നിങ്ങളുടെ ഭവനത്തിൽ കൊണ്ടുപോയി അവിടെ ഒരാഴ്ച താമസിപ്പിക്കുക. നിങ്ങൾക്കറിയാവുന്ന പോലെ ഇംഗ്ലണ്ടിൽ മലയാളികൾക്ക് വേണ്ടിയുള്ള ധ്യാന കേന്ദ്രങ്ങളോ അങ്ങനത്തെ ശുശ്രൂഷാലയങ്ങളൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ആ അൽമായ സഹോദരനോട് പറയുകയും അദ്ദേഹം പിറ്റേ ദിവസം ആ ഭവനത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. 28 ദിവസമായി ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ച് മദ്യം കുടിച്ച് ഒരു ലെവലും ലക്കുമില്ലാതെ കഴിയുന്ന ആ വ്യക്തിയെ വളരെ സ്നേഹത്തോടു കൂടെ അവർ സ്വന്തം ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ആ വ്യക്തിക്ക് വേണ്ടി അവർ ചെയിൻ ഫാസ്റ്റിംഗ് നടത്തി. തുടർന്ന് നന്നായിട്ട് കുമ്പസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഒരുക്കി. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പക്കലേക്ക് വീണ്ടും കൊണ്ടുവന്നു. നല്ല കുമ്പസാരത്തിന് വേണ്ടി ഒരുക്കി ആ അൽമായ സഹോദരൻ ഈ മദ്യപാനിയായിട്ടുള്ള വ്യക്തിയെ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ കുമ്പസാരം ഞാൻ കേട്ട് അദ്ദേഹത്തിന് വേണ്ടി ഡെലിവറൻസ് പ്രയർ ചൊല്ലി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവർ, അന്ന് രാത്രിയിൽ ആ മദ്യപാനിയായ വ്യക്തി അദ്ദേഹം കിടക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ഒരിക്കലും കാണാത്ത ചില സഹോദരങ്ങൾ അവർ എൻ്റെ അടുക്കൽ വന്ന് എന്നെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി എനിക്ക് കഞ്ഞി ഉണ്ടാക്കി തരുന്നു, എനിക്ക് വേണ്ടി ഉപവസിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. ഒരുപാട് വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ മദ്യപിച്ച് കഴിഞ്ഞിരുന്ന ഒരു കൂട്ടുകാർ പോലും അദ്ദേഹത്തിന് തകർച്ചിൽ അദ്ദേഹത്തിന് രക്ഷിക്കാൻ വന്നില്ല. പക്ഷേ ഈ ദൈവരാജ്യത്തെ പറ്റി തീക്ഷ്ണതയുള്ള ഈ അൽമായ സഹോദരൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം വാഹനത്തിൽ അത്രയും ദൂരം, അനേക മൈലുകൾ ദൂരം താണ്ടി ആ വ്യക്തിയെ കൂട്ടിക്കൊണ്ടുവന്ന് സ്വന്തം ഭവനത്തിൽ താമസിപ്പിച്ച് സുവിശേഷ വേല ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ മേൽ അത്ഭുത അഭിഷേകം നിറഞ്ഞു. അദ്ദേഹം 18 വർഷക്കാലം പഴക്കമുള്ള മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ വൈദികരും അൽമായ സഹോദരങ്ങളും സിസ്റ്റേഴ്സും എല്ലാം ഒത്തൊരുമിച്ച് ഒറ്റ മനസ്സോടെ യേശുവിൻ്റെ രാജ്യത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ ദൈവരാജ്യം ശക്തമായിട്ട് വളരും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, UK-യിൽ കർത്താവ് ചെയ്യുന്ന വലിയൊരു ശുശ്രൂഷയാണ് ഭവനങ്ങൾ കയറി ഇറങ്ങി യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുക എന്നുള്ള ശുശ്രൂഷ. പ്രിയപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ ഈ കുടുംബത്തിൽ കയറി ചെന്ന് അദ്ദേഹത്തിന് വേണ്ടി സുവിശേഷ വേല ചെയ്ത് ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിടുതൽ പ്രാപിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി അദ്ദേഹത്തിന് ലഭിച്ച ഈ അനുഭവം അനേകർക്ക് കൊടുക്കണം. അങ്ങനെ അവിടെ ഹോം മിഷൻ ശുശ്രൂഷകൾ ശക്തിപ്പെട്ടു. നമുക്കറിയാം, നടപടി പുസ്തകത്തിൻ്റെ 5-ാമത്തെ അധ്യായം 42-ാമത്തെ വാക്യം എങ്ങനെയാണ്? അവർ എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തു എന്ന് പ്രസംഗിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും നിന്ന് വിരമിച്ചില്ല. ഭവനം തോറും ചെന്ന് യേശുവാണ് ക്രിസ്തു എന്ന് പ്രസംഗിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും നിന്ന് വിരമിച്ചില്ല. ഒരു ഉത്തരവാദിത്വമാണ്, മാമോദിസ സ്വീകരിച്ച ഓരോ വ്യക്തിയുടെ ഉത്തരവാദിത്വമാണ് ഭവനങ്ങൾ തോറും കയറി ചെന്ന് യേശുവിനെ കുറിച്ച് പറയുക. ഒരുപക്ഷെ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ ഭവനങ്ങളിൽ പോകാറുണ്ടായിരിക്കും. ഏതെങ്കിലും ബർത്ത്ഡേ പാർട്ടിക്കായിരിക്കാം, സൗഹൃദ സന്ദർശനത്തിനായിരിക്കാം. പക്ഷെ യേശുവിൻ്റെ നാമത്തിൽ ഒരു ഭവനത്തിൽ കയറി ചെല്ലുമ്പോഴാണ് ദൈവരാജ്യം ആ ദേശത്ത് വളരുന്നത്. ആ കുടുംബത്തിൽ ദൈവരാജ്യ അനുഭവം ഉണ്ടാകുന്നത് യേശുവിൻ്റെ നാമത്തിൽ നമ്മളൊരു ഭവനത്തിൽ കയറി ചെല്ലുമ്പോഴാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 1000-ലധികം ഭവനത്തിലാണ് ഈ അൽമായ ശുശ്രൂഷകൾ കയറി ചെന്നത്. ധ്യാന ശുശ്രൂഷ നടത്താൻ വേണ്ടി ഞാനൊരു ദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ ജോലിയെല്ലാം മാറ്റിവെച്ച് വെളുപ്പിന് എഴുന്നേറ്റ്, ചിലപ്പോൾ 5 മണിക്കൊക്കെ എഴുന്നേറ്റ് ഇവർ യാത്ര ചെയ്യും. 3-4 മണിക്കൂർ സമയം വണ്ടി ഓടിച്ച് അനേകം ആളുകൾ ഭവനങ്ങൾ തോറും കയറി ഇറങ്ങും. അവർ ഫാസ്റ്റിംഗ് ആയിരിക്കും. രാവിലെ മുതൽ രാത്രി വരെ ഭവനങ്ങൾ കയറി ഇറങ്ങി അവർ സുവിശേഷ വേല ചെയ്യും. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇംഗ്ലണ്ടിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഓരോ മണിക്കൂറിനുമാണ് ശമ്പളം കിട്ടുന്നത്. വീക്കെൻഡിൽ അധികം ശമ്പളം കിട്ടും. പക്ഷേ ഈ വീട് സന്ദർശിക്കാനായിട്ട് പോകുന്നത് പ്രധാനമായിട്ട് വീക്കെൻഡിലാണ്. അവർക്ക് കിട്ടുന്ന ആ പണം വേണ്ട എന്ന് വെച്ച്, ആ സുഖം വേണ്ട എന്ന് വെച്ച് വെളുപ്പിന് എഴുന്നേറ്റ് ഈ അൽമായ സഹോദരങ്ങൾ ഭവനങ്ങൾ തോറും കയറി ഇറങ്ങി ജീവിക്കുന്ന യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ദേശത്ത് ദൈവരാജ്യത്തിൻ്റെ അത്ഭുതകരമായ അഭിഷേകം ഉണ്ടായി.
അനേകം ആളുകളുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും, ഭവനങ്ങളിൽ നിന്ന് തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുപോകുന്ന അനുഭവം അനേക സ്ഥലങ്ങളിലുണ്ടായി. പ്രധാനപ്പെട്ട കാരണം ഭവനങ്ങൾ തോറും കയറി ഇറങ്ങി ഈ അൽമായരായ സഹോദരങ്ങൾ അവർക്ക് ലഭിച്ച ദൈവാനുഭവങ്ങൾ പങ്കുവെച്ചപ്പോൾ യേശുവിൻ്റെ ആത്മാവ് നൽകിയ അനുഭവങ്ങളാണവ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെന്തക്കോസ്ത സഭാവിഭാഗങ്ങളിലേക്ക് പോകാനുള്ള പ്രവണത കത്തോലിക്കരിൽ നിന്ന് വിട്ടുപോകാൻ ഇതിടയാക്കി. അനേക കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുടെ മേൽ സ്വർഗത്തിന്റെ അഭിഷേകം ഉണ്ടായി. കാരണം പല വ്യക്തികളും പോകുന്നത് തനിച്ചല്ല, കുടുംബസമേതമാണ് പോകുന്നത്. ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബം ഒരുമിച്ച് കുടുംബസമേതം ഭവനങ്ങളിൽ കയറിയിറങ്ങി യേശുവിനെ കുറിച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടെല്ലാം മറന്ന് സുവിശേഷ വേല ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് വലിയ ആത്മാവിന്റെ അഭിഷേകം ഉണ്ടായി. ഹല്ലേലൂയ. അതുപോലെ ശക്തമായ ഒരു സുവിശേഷ വേലയാണ് ആരാധന, രാത്രികാലത്ത് ഉണർന്നിരുന്നുള്ള ആരാധന. പ്രിയപ്പെട്ടവരെ, അതും അൽമായരായ സഹോദരങ്ങളാണ് ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഞാൻ പരിശുദ്ധ കുർബാന രാത്രി എഴുന്നള്ളിച്ച് വെച്ചു കൊടുക്കും. ബാക്കി മുഴുവൻ രാത്രിയിലും ആ ദേശത്തിന് ദൈവസ്നേഹത്തിന് അനുഭവം ഉണ്ടാകാൻ, കുടുംബങ്ങൾക്ക് വിടുതലുണ്ടാകാൻ രാത്രി മുഴുവനും കരങ്ങൾ ഉയർത്തി ധാരാളം അൽമായ സഹോദരങ്ങൾ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നുണ്ട്. രാത്രി മുഴുവനും ആരാധിക്കും. വെളുപ്പിനെ 4 മണിയാകുമ്പോൾ ഞാൻ പോയി പരിശുദ്ധ കുർബാന അർപ്പിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദേശത്തുള്ള കെട്ടുകളും അന്ധകാര ശക്തികളും പൊട്ടാൻ ഈ ആത്മീയ ശുശ്രൂഷകൾ അവിടെ ഇടയാക്കി. അനേകം കുടുംബങ്ങളിൽ ദൈവസ്നേഹത്തിന് അനുഭവം പരിശുദ്ധാത്മാവ് നൽകി. അത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫെയ്ത്ത് ഫോർമേഷന്റെ ഭാഗമായിട്ട് മാറി. ഈ കുട്ടികൾ ത്യാഗ അരൂപിയിൽ വളരാൻ അവരെ ഉപകാരപ്പെടുത്തി. കുഞ്ഞുങ്ങളാണെങ്കിലും അവർ രാത്രി നല്ല തണുപ്പുണ്ട്, കിടക്കാൻ നല്ല സൗകര്യമൊന്നുമില്ല, എങ്കിലും അവർ ഏതെങ്കിലും മൂലയിൽ കടന്ന് കുറേ സമയം ഉറങ്ങും. എന്നിട്ട് വെളുപ്പിനെ ഈ കുഞ്ഞുങ്ങൾ പോലും കണ്ണുകൾ മുഴിപ്പിച്ച് ഇങ്ങനെ കൈകൾ കൂപ്പി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഈ അൽമായരായ മനുഷ്യരുടെ വിശ്വാസത്തിന്റെ അഗ്നി കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവരാജ്യവേലയിൽ വൈദികരും സിസ്റ്റേഴ്സും അൽമായ സഹോദരങ്ങളും കരങ്ങൾ കോർത്തു പിടിക്കുമ്പോൾ ആ കരങ്ങളുടെ ശക്തിയെ തോൽപ്പിക്കാൻ തിന്മയ്ക്ക് സാധിക്കുകയില്ല എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഒരു ദേശത്തുള്ള പൈശാചിക ബന്ധനങ്ങൾ പൊട്ടിച്ചെറിയാൻ വേണ്ടി പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ കരങ്ങൾ കോർക്കുക. ആ ദേശത്തുള്ള വൈദികരോട് ചേർന്ന്, സിസ്റ്റേഴ്സിനോട് ചേർന്ന്, പ്രിയപ്പെട്ട അൽമായ സഹോദരങ്ങളെ, നിങ്ങളുടെ കരങ്ങൾ കോർത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ അവിടെയുള്ള സകല തിന്മകളുടെ സ്വാധീന ശക്തികളും വിട്ടുപോയി ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകങ്ങൾ ആ ദേശത്തുണ്ടാകും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അട്ടപ്പാടി സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ ഇന്ന് അത്ഭുതകരമായ തരത്തിൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങുന്നതിന്റെ കാരണം പാവപ്പെട്ട അൽമാരെ മുട്ടുകുത്തി ത്യാഗം സഹിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണെന്ന് നമുക്കറിയാം. അതേ ഒരു അനുഭവമാണ് ദൈവരാജ്യ ശുശ്രൂഷകളിൽ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ഇടവകയിൽ മന്നിപ്പുണ്ടോ മറിയപ്പുണ്ടോ, നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങളുടെ കരങ്ങൾ വികാരിച്ചന്റെ കരങ്ങളോട് ചേർത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തുക. അത്ഭുതകരമായ ദൈവശക്തി നിങ്ങളുടെ ഇടവകയിൽ ഇറങ്ങും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഓ സ്വർഗീയ പിതാവേ, പുത്രനായ യേശുക്രിസ്തു വിഭാവനം ചെയ്ത ദൈവരാജ്യം സംജാതമാകുവാൻ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. കർത്താവെ, ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി കരങ്ങൾ കോർക്കുവാനുള്ള ഐക്യത്തിന്റെ അഭിഷേകത്തിന്റെ ആത്മാവിനെ അങ്ങ് ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിന് തടസ്സം നിൽക്കുന്ന സകല തിന്മകളുടെ സ്വാധീനങ്ങളും അന്ധകാര ശക്തികളും പൈശാചിക ഉപദ്രവങ്ങളും യേശുവിന്റെ നാമത്തിൽ തന്നെ വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കോർത്ത് സ്വർഗത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ കർത്താവേ എല്ലാ കരങ്ങളെയും അങ്ങ് യുദ്ധമുറ അഭ്യസിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, മാറാനാത്ത. Lord Jesus. സ്വർഗം തുറന്നു
യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം തിരുലിഖിതം. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ജെറമിയ പ്രവചനത്തിൽ 31-ാം അധ്യായത്തിൽ 16-ാം തിരുലിഖിതം. കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. മർക്കോസ് 11:24. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. So I tell you, whatever you ask for in prayer, believe that you have received it and it will be yours. രണ്ട് കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. ഈ നിമിഷങ്ങളിൽ വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തെ വിളിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ സ്വർഗം തുറക്കപ്പെടുകയാണ്. എല്ലാവരും കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികൾ രോഗമുള്ള മേഖലകളിലേക്ക് കരങ്ങൾ വെച്ച് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കാൻ ഇപ്പോൾ വിശ്വാസത്തോടെ ഉണരുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പിതാവേ, പുത്രനായി യേശുവിന്റെ നാമത്തിന്റെ ശക്തി രോഗത്തിന്റെ ആധിപത്യങ്ങളിലേക്ക് ഇപ്പോൾ ഇടിമിന്നൽ പോലെ വ്യാപരിക്കട്ടെ. തളർന്നു കിടക്കുന്നവർ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിച്ച് ചാടി എഴുന്നേൽക്കട്ടെ. ഓ കുരുടന്മാരുടെ കണ്ണുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ക്യാൻസർ രോഗങ്ങൾ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കാലങ്ങളായുള്ള നടുവിന്റെ വേദന, അസ്ഥി തേയ്മാനങ്ങൾ, അസ്ഥി പൊടിഞ്ഞു പോകുന്ന അവസ്ഥകൾ ഇപ്പോൾ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെയും ബാലികാ ബാലന്മാരെയും വിദ്യാർത്ഥിനികളെയും ഈശോയെ ഇപ്പോൾ സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. Lord Jesus. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ഓമിനി. ഞാൻ പൊങ്ങന്നാനത്തു നിന്ന് വരുന്നു. എൻ്റെ പെടലിക്ക് അസ്ഥികൾക്ക് തേയ്മാനമായിട്ട് ഞാൻ 5-6 മാസമായി ഹോസ്പിറ്റലിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ്റെ വണ്ടപ്രകാരം ചെത്തിപ്പുഴ വെച്ച് ഞാൻ കൈയടിക്കുകയും പാട്ടുപാടിയും തൈലാഭിഷേക പ്രാർത്ഥനയ്ക്ക് പോവുകയൊക്കെ ചെയ്യപ്പോൾ എൻ്റെ പെടലിക്ക് പിന്നീട് യാതൊരു കുഴപ്പമില്ല. ചെത്തിപ്പുഴ ഒരു ദിവസം വന്നു കൂടിയായിരുന്നല്ലേ? കൂടി ചെത്തിപ്പുഴയിൽ ഒരു ദിവസം ഒരു ശനിയാഴ്ചത്തെ ഒരു ദിവസം പ്രോഗ്രാം ചെത്തിപ്പുഴ വെച്ച് ഒരു 1 ഡേ പ്രോഗ്രാം നടത്തിയിരുന്നു. അപ്പോൾ ഈ ചേച്ചി ആ രോഗത്തോട് കൂടെ തന്നെ ആ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് വന്നിരുന്നു. അങ്ങനെ കൈയടിക്കാൻ പറഞ്ഞപ്പോൾ കൈയടിച്ച് പാടാൻ പറഞ്ഞു പാടി. വെയിറ്റ് എടുക്കരുതെന്നും പെടലി താഴോട്ടും മേലോട്ടും കുനിക്കരുതെന്നും വണ്ടി ഓടിക്കരുതെന്നും ഡോക്ടർ പറഞ്ഞിരുന്നു. അത് പെടലി സ്റ്റിഫായിട്ടിരിക്കുകയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. ഇപ്പൊ എനിക്ക് തിരിക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല. ഞാൻ എൻ്റെ വണ്ടിയെ തന്നെയാണ് വന്നതും വണ്ടി ഓടിച്ചിട്ട് വന്നു. ഈശോയെ ഞാൻ 1000 അന്ന് അലക്കാനോ ബക്കറ്റ് വെള്ളം എടുക്കാനോ ഇല്ല, ഒന്നും 1 കിലോയ്ക്കുള്ളിൽ എടുക്കണം ഡോക്ടർമാർ പറഞ്ഞു. ഒരു ചെറിയ കപ്പിനകത്ത് പോലും വെള്ളം എടുക്കാനായിട്ട് അത്രയും പാടില്ലാത്ത വിധം ഡോക്ടർമാർ കർശന ട്രീറ്റ്മെന്റിന്റെ ഞാൻ എല്ലാ പണിയും ചെയ്യുന്നു. ഈശോയ്ക്ക് 1000 എല്ലാവരും പണിയും ചെയ്യാൻ തക്കവണ്ണം ശരീരം സൗഖ്യം പ്രാപിച്ച്. എവിടെ വെച്ചത് സൗഖ്യം പ്രാപിച്ചത്? ചെത്തിപ്പുഴയിലെ ആ ഒരു 1 ഡേ പ്രോഗ്രാമിൽ പങ്കെടുത്തത്. നോക്കി ഒരൊറ്റ ദിവസം വന്ന് കരഞ്ഞങ്ങ് പ്രാർത്ഥിച്ച് അപ്പോൾ ദൈവം അത്ഭുതകരമായ രോഗത്തെ ഞങ്ങൾ സുഖപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ ആരാധിക്കാം. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു.